അടുത്ത ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. അദ്ദേഹം ആറ്റത്തിൻ്റെ മാതൃകയ്ക്ക് വളരെ വലിയ സംഭാവനകൾ ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ പരീക്ഷണത്തിൽ കൂടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗവും ശൂന്യസ്ഥലമാണെന്നും പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ കേന്ദ്രമായ ഒരു ബിന്ദുവിലാണ് നിൽക്കുന്നതെന്നും കണ്ടെത്തി. അതായത് പ്രോട്ടോൺ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിലാണ് ഉള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നെ ഭാരമുള്ളതും ചാർജ് ഇല്ലാത്തതുമായ ഒരു കണം ഉണ്ടെന്ന് അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹത്തിൻ്റെ സൗരയൂഥ മാതൃക വളരെ പ്രസിദ്ധമാണ്. Rutherford's alpha scattering experiment. The credit for the discovery of the nucleus of an atom goes to a British physicist, Lord Ernest Rutherford. Shown here is the diagrammatic view of the famous gold foil experiment conducted by Lord Rutherford. The radioactive source, rich in alpha particles, was kept in a thick lead block with a narrow opening. The alpha particles were confined to a narrow beam by passing them through a lead sheet with a slit. An extremely thin foil of gold was bombarded with these fast-moving alpha particles. The scattered alpha particles were detected using a rotatable detector, which has a microscope and is screen-coated with zinc sulfide. The whole experimental setup was placed in an evacuated chamber to prevent scattering by the air molecules. These striking particles caused scintillations on the screen. Based on the observations, Lord Rutherford deduced these conclusions. As most of the alpha particles pass through the gold foil without any deflection, most of the space within the atoms is empty. As some of the alpha particles were deflected by large angles, they must have approached some positively charged region responsible for the deflection. This positively charged region is called the nucleus. As very few alpha particles experienced the deflection, it was concluded that the volume occupied by the nucleus is very small. Since alpha particles, which are comparatively denser, were deflected by the nucleus, it shows that almost the complete mass of the atom must be within the nucleus. അതായത് സൂര്യന് ചുറ്റും നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവ കറങ്ങുന്ന പോലെ ഒരു നിശ്ചിത പാതയിൽ കൂടെ ഇലക്ട്രോണുകൾ ആറ്റത്തിന് ചുറ്റും കറങ്ങുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ കറങ്ങുന്ന ഇലക്ട്രോണുകൾ കറങ്ങുമ്പോൾ അതിൻ്റെ ഊർജം കുറഞ്ഞ് എവിടെ വന്നു ചേരുമെന്നതിന് അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല. അതിനുശേഷം വന്ന ശാസ്ത്രജ്ഞനായ ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു കണത്തെ സ്ഥിരീകരിച്ചു. ഭാരമുള്ള ഒരു കണം, ചാർജ് ഇല്ലാത്ത ഒരു കണം, അത് ന്യൂക്ലിയസിൽ പ്രോട്ടോണിൻ്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അതായത് ആറ്റത്തിനിപ്പോൾ 3 കണങ്ങളുണ്ട്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇവയെ നമ്മൾ മൗലിക കണങ്ങൾ എന്നാണ് പറയാറ്. ആ മൗലിക കണങ്ങളുടെ പ്രത്യേകതകളൊന്ന് നോക്കിയാലോ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. മാസ് തീരെ കുറവ്. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നു. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു. ന്യൂട്രോണിന് ചാർജില്ല. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു.